ചൊല്ല് ചൊല്ല് പൂവേ വിണ്ണിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ നിന്നെ ഇഷ്ടമാണോ നിനക്കിഷ്ടമാണോ നിന്നെ ഇഷ്ടമാണോ നിനക്കിഷ്ടമാണോ പൂനിലാവു നീതോ പുടവ തന്നു മാറൻ അല്ലിയാമ്പൽ പൂവേ ചൊല്ല് ചൊല്ല് പൂവേ വിണ്ണിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ തളിയൂർ ഗ്രാമത്തിൽ പണ്ട് താരമ്പൻ പോലൊരു പയ്യൻ ഇഷ്ടം കൂടാൻ വന്നിട്ടുണ്ടോ തളിയൂർ ഗ്രാമത്തിൽ പണ്ട് താരമ്പൻ പോലൊരു പയ്യൻ ഇഷ്ടം കൂടാൻ വന്നിട്ടുണ്ടോ അവൻ മുത്തശ്ശിക്കൊരു മുത്തം തന്നിട്ടുണ്ടോ അവൻ മുത്തശ്ശിക്കൊരു മുത്തം തന്നിട്ടുണ്ടോ ഹേ നാണിക്കാതെ കാര്യം ചൊല്ല് മുത്തിയമ്മേ 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 അല്ലിയാമ്പൽ പൂവേ ചൊല്ല് ചൊല്ല് പൂവേ വിണ്ണിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ നേരിട്ട് കാണാൻ സാധിച്ചതിൽ സന്തോഷം. മറ്റത് ലൈക്ക് ഇട്ട് എനിക്ക് വിടാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? ഇതെങ്ങനെയാണോ വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം? ഓൾറെഡി ഒരു സിംഗർ ആണെന്നുള്ള അറിയാം, പ്രൊഫഷണലി പാടുന്നുണ്ടെന്ന് അറിയാം, സ്റ്റേജുകളിൽ പാടുന്നുണ്ടെന്ന് അറിയാം. എങ്കിലും ആ ഒരു വീഡിയോയുടെ പിന്നിലെ കഥയൊന്ന് പറഞ്ഞു തരാമോ? വീഡിയോ ചിത്രചേച്ചിയുടെ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ്. ചിത്രചേച്ചിനെ അത്രയും ഇതായിട്ട് കൊണ്ടുനടക്കണം. ചിത്രചേച്ചിനെ കാണണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഈ പാട്ട് എൻ്റെ ഹസ്ബൻഡാണ് സെലക്ട് ചെയ്ത് തന്നത്. പുള്ളിയാണ് ഫുള്ള് സപ്പോർട്ട് ചെയ്യണത് പാട്ടെല്ലാനും. അപ്പോൾ ഈ പാട്ട് നമുക്ക് പാടി നോക്കാം. പക്ഷെ പുള്ളിയെല്ലാം കറക്റ്റ് ചെയ്തത് എങ്ങനെയോ അത് വൈറലായി. എങ്ങനെയാണെന്നറിയില്ല, പക്ഷെ എങ്ങനെയോ അത് വൈറലായി. യെസ്, അപ്പൊ എന്തായാലും മാസ്റ്റേഴ്സ്, ഇതാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട ചേച്ചി. ചേച്ചി ഒറ്റയ്ക്കല്ല, ചേച്ചിയുടെ ഫാമിലി നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടുപേരെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. യെസ്, പ്ലീസ് വെൽക്കം. ഹലോ, ഹായ് ഹായ് ഇമ്മാനുവൽ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഓക്കേ, ഇതാണ് ആന്റി ചേട്ടൻ, ഇതാണ് ഇമ്മാനുവൽ. ഇവരുടെ വീഡിയോയും നമ്മളിപ്പോ കണ്ടിരുന്നു. ഇവരും വൈറലായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ സിമി ചേച്ചിയുടെ പാട്ട് നമ്മൾ കേട്ടു. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെ പാട്ടാണ് ഞങ്ങൾക്ക് കേൾക്കാനുള്ളത്. മാസ്റ്റേഴ്സ്, നമുക്ക് ഇവരുടെ പെർഫോമൻസ് ഒക്കെ കഴിച്ചതിന് ശേഷം വർത്താനം പറയാം അല്ലേ? അതിന്റെ നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ എന്തായാലും അച്ഛനും മോനും തകർക്കാൻ റെഡി ആണെങ്കിൽ അച്ഛൻ നിന്ന് തുടങ്ങാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒരു പോലെ കവിത എന്നിലും നിറകുടൻ ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതെഴുതി നിലൊരു ഒരു ദേവകാരണ പോലെ ഒരമരുമേനൊരു സുഖം കടുവനാമിലും മധുരം കൗന്നിലും നിറത്തും അറിയുകയാരോ മുളം തണ്ടിലു വീണം ഒഴിഞ്ഞു ചുണ്ടിലിന്നൊരു തീർക്കണം ഉടങ്ങു മുളം തണ്ടിലു വീണം ഒഴിഞ്ഞു മണിച്ചുണ്ടിലിന്നൊരു തീർക്കണം തനിച്ചു പാടിയ പാട്ടുകളെല്ലാം
നിനക്കു ഞാൻ എൻ്റെ നൈവേദ്യമാക്കി ഓടി വീടി മുല്ലക്കാട് വീടി ചില്ലക്കാട്ടിനോടും കഥ പറയും ഒരു രാജമന്ദിരം പോയി ഇത് എഴുതി മുന്നിലൊരു ഒരു ൊരു സുഖം. ഈ സോങ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ട്സിനും വേണ്ടി. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പ്രേംകുമാർ. എത്രയോ പെമ്പിള്ളാരെ ബൈക്കിനെ പുറകിരുത്തി കൊണ്ടുപോയി പാടി വളച്ചെടുത്തിട്ടല്ലേ എത്ര ബുക്കുകൾ മാറി മാറി വാങ്ങേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ എന്തൊക്കെ കഥകൾ. ബുക്ക് താഴെ പോയപ്പോ മന്ത്രോച്ചാരണം ഇല്ലേ, അത് കല്യാണ പുള്ളി ഓർത്തത്. ചേട്ടാ, നിങ്ങളുടെ വോയിസിന് ഏറ്റവും പറ്റിയ പാട്ടാ അല്ലേ? സത്യം. ഭയങ്കര അങ്ങനെ ഒരുപാട് പേര് ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വോയിസിൽ അങ്ങ് പാടൊരു ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ. എന്ത് കഴിഞ്ഞിട്ടില്ല ഈ മൂഡില് ഇനി കുഞ്ഞൊരാളും കൂടെ ഉണ്ട് വരാൻ. ഇമ്മാനുവൽ, വിളിക്കാം. പക്കത്തെ വീട്ടിലെ സാമ പെണ്ണേ കണ്ടാ നല്ലൊരു സ്കോളി പെണ്ണേ ബെൽബോട്ടം ബ്രാഞ്ച് മിച്ചി ഐലീലി സൂസുമിറ്റി പുര പോലെ കുതാടും പെണ്ണേ ലാലേ 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 ലാലേ. എന്താ മോനെ ഇവിടെ സംഭവിച്ചേ? അടിപൊളിയായിട്ട് പാടിയല്ലോ ഇമ്മാനുവൽ. സൂപ്പർ ആയിട്ട് പാടി. ഈ പുറകെ നിൽക്കുന്നതാണ് അപ്പുറത്തെ വീട്ടിലെ എലീന പെണ്ണ്. പാട്ട് പാടാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആരാ? പാപ്പാ. വഴക്ക് പറയുന്ന ആരാ വീട്ടില്? ആ പാപ്പാ. എല്ലാം പാപ്പയാണോ? ആണോ? പപ്പയ്ക്ക് ഇടി കൊടുക്കണോ? വേണ്ട. ഓക്കെ, ശരി. ഓവർ ടു യു മാസ്റ്റേഴ്സ്. പക്രു ചേട്ടാ. മോനെ ഗംഭീരായിട്ട് കേട്ടോ, നല്ല രസമായിട്ട് പാടി. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ. അപ്പൊ ഈ വൈറൽ ഫാമിലി നിങ്ങൾ ശരിക്കും എവിടുന്നാ വരുന്നത്? നിങ്ങളുടെ സ്ഥലം എവിടെയാ? ഞങ്ങള് തൃശ്ശൂർ ജില്ലയില് മതിലകത്ത് പടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓ, ഇത്രയും നീണ്ട സ്ഥലമായിരുന്നു ഇല്ലേ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ സാധാരണ പാടാൻ പോകാറുള്ളത്? അതോ ഒരുമിച്ചാണ്? ഓക്കെ. മോനിപ്പോ പാടി തുടങ്ങുന്നതേ ഉള്ളൂ. എത്ര വയസ്സായി കൊച്ചിന്? 5 വയസ്സായി. ഓക്കെ. സോ നിങ്ങൾ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടിയത്? കല്യാണം കഴിച്ചത് എങ്ങനെയാണ്? ലവ് മാരേജ് ഇങ്ങനെ പാടി വല്ലോ ആണോ? പാടി ആണ്. അല്ല, നിങ്ങൾ പ്രേമിച്ചതെന്ന് പറഞ്ഞ പ്രേമിച്ച കാര്യം ഒന്ന് പറഞ്ഞു. ഏത് ടീമിൽ എവിടെ ആയിരുന്നപ്പോഴാണ്, എങ്ങനെയാണ് പ്രേമിച്ചത്? ഏത് പാട്ട് പാടിയാണ് പ്രേമ പോയത്? പറഞ്ഞോ. ഇത് സത്യം പറഞ്ഞ ഞാൻ അങ്ങനെ, അതായത് ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം. എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ മുഴുവൻ ഓർത്ത് പറഞ്ഞോണ്ടേ. അത് ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് പ്രോഗ്രാമിൽ കാണുന്നതാണ്. അങ്ങനെ കണ്ട് അങ്ങനെ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സത്യത്തില് കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ച് വീട്ടിൽ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനുശേഷമുള്ളൊരു പ്രണയം വരുന്നത് നേരെ, അതായത് പ്രണയത്തിലൂടെ. അല്ലല്ല, അതിലൊരു റോങ് ഉണ്ട്. എന്താണത്? കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ, അതിനപ്പം മുമ്പ് ഒരാളെ ഇഷ്ടപ്പെടണ്ടേ? അതല്ലേ പ്രണയം നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ. അത് എന്റെ അടുത്ത് അതായത് അതില് വേറൊരു, അന്ന് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ പറയേണ്ടി വരും. അത് ശരി. അപ്പൊ നോണേ പറഞ്ഞു നേരത്തെ. അതായത് ഞങ്ങള് പറഞ്ഞോട്ടെ, പറയട്ടെ. എനിക്കൊരു സുഹൃത്തുണ്ട്, പുള്ള പേര് ഭാസ്കരൻ എന്നാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങളിങ്ങനെ ഇരുന്ന്, അതായത് കുറെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര ടയർഡാവണ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പാടത്ത് വിട്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോഴല്ല, വല്ലപ്പോഴും. അപ്പൊ ഭാസ്കരൻ അങ്ങനെ പറഞ്ഞിടാ
അവള് അപ്പൊ ഞാൻ കല്യാണം കഴിക്കാന്നുള്ളൊരു മൈൻഡിലൊക്കെയാണ്. അപ്പൊ എടാ നീ എന്തിനാ വേറെ തേടി പോണത്, ഇവിടെ സിമിയില്ലേ, നിങ്ങൾ ഒരേ കാസ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ സത്യത്തിലും അങ്ങനെയാണ് ഈ ഒരു സംഭവം. ഭാസ്കറിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക. എല്ലാത്തിനും കാരണം ഭാസ്കരൻ. അത് മാത്രമല്ല, അല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു ഭാസ്കരൻ ചേട്ടൻ ഉണ്ടെങ്കിൽ ഷാജോൺ ഈ ഭാസ്കരൻ ചേട്ടൻ തോന്നും ഭാസ്കരൻ ചേട്ടനോട് എന്നെ വിളിക്കാൻ പറയാം. ഭാസ്കരനായിട്ട് ഒരു വലിയ ഇമോഷണൽ, അതായത് നമുക്ക് ഒരു ലോക്ക് ഉണ്ട്. കാരണം എന്നെ പാട്ടില് വളരെ ജൂനിയർ ആയിരുന്ന സമയത്ത് കൊണ്ടുപോയി പ്രോഗ്രാമിനൊക്കെ ആദ്യമായിട്ട് പങ്കെടുപ്പിച്ച് ചെറിയ ചെറിയ പ്രോഗ്രാമിലൂടെ ഞങ്ങള് അങ്ങനെ വന്ന ആൾക്കാരാണ്. അടുത്തൊരു പാട്ടും കൂടെ കേട്ടോ. അത് നമുക്ക് സിമി ചേച്ചിയുടെ തന്നെ വൈറലായ സോങ് തന്നെ കേട്ടാലോ? കേൾക്കാം. അടിപൊളി പാട്ട് തന്നെ. ഓൾറൈറ്റ്, വാ. ചിറ്റോളം കിക്കിളി നീതാൽ ചിരിച്ചോടും ചുരുളൻ വെള്ളം ചുമ്മാ കൊഞ്ചും തഞ്ചക്കാരി കാലഞ്ഞണ്ടിനെ മെല്ലെ കടക്കണ്ണാൽ ചൂണ്ടിയെടുക്കും കർക്കിടരാവോ ചൂണ്ടക്കാരി രാക്കൂട്ടിലേ കുളക്കോഴിയോ കാവോരത്തെ കളിത്തോഴിയായി കിങ്ങിണി കെട്ടിപ്പാഞ്ഞാടും മഞ്ഞണി മുല്ലപ്പൂങ്കാറ്റും ചീലോലും ചങ്ങാലിയാ അമ്മും മക്കിളി വായാടി ഹല്ലിപ്പൂമ്പുഴ താന്തോന്നി അമ്മാനും കടവത്തി അണ്ണാർ കണ്ണനഹങ്കാരി കാണാക്കുയിലേ നിന്നെ പോലെ കണ്ണിനിലാവോ കിന്നാരി അതിനിഷ്ടം കൂടാൻ ചങ്ങാലി. ഭയങ്കര നല്ല വോയിസ്. അപ്പം ഈ മുന്തിരികൾക്ക് നമ്മൾ എത്രയാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗായ്സ്? ഞങ്ങൾ 3 പേരുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്ന് പെർഫോം ചെയ്തതിന് ഞങ്ങളുടെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബൽ. ആൻഡ് ഷാജി ചേട്ടാ, അത് പ്ലീസ് ഹാൻഡ് ഓവർ. ആൻഡ് ഹിയർ ഗോസ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്നും 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഇത് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഇമാനുവലിന് കൊടുക്കുകയാണ്. ലണ്ടൻ ക്ലാസിക്കിന്റെ അടിപൊളി ഷർട്ട്. ഹാപ്പി ആയില്ലേ?